ഫ്രാൻസിസ് എന്ന പേര് ഇടണമെന്ന് ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ പ്രഗ്നൻസി ടൈമിൽ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് അസീസിനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിരുന്നു. ആണ് പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വായിച്ചിരുന്നു. അപ്പോൾ ഫ്രാൻസിസ് എന്ന പേര് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നൊന്നും അറിഞ്ഞിട്ടല്ല, പക്ഷേ സ്വപ്നത്തിൽ കാണുന്നു നമ്മൾ, അത്രേ പറയാൻ പറ്റുള്ളൂ. ഫ്രാൻസിസ് തന്നെ വേണം എന്നുള്ളൊരു ചിന്ത. അപ്പോൾ ജനിക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഫ്രാൻസിസ് തന്നെ വിളിച്ചു തുടങ്ങി. അങ്ങനെയാണ് മൂത്താളുടെ പേര്. അങ്ങനെ ഒരു ദൈവാനുഗ്രഹം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആഗ്രഹം പോലെ, ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ ഫ്രാൻസിസിൽ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവത്തെ കണ്ടു എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഫൗസ്റ്റീന, അതായത് അത് കുട്ടി ആയതിനു ശേഷമാണ് ഞങ്ങൾ പേരിനെ കുറിച്ച് ചിന്തിച്ചത് തന്നെ. അപ്പോൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പെൺകുട്ടി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ കണ്ടു, ഈശോയുടെ പുതിയ ഇതൊക്കെ ഫൗസ്റ്റീന പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി അതിലുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ കുട്ടിക്ക് ഞങ്ങൾ ഫൗസ്റ്റീന എന്ന് പേരിട്ടു. ഫ്രാഞ്ചസ്കോ എന്ന് പറയുമ്പോൾ ഫ്രാൻസിസിൻ്റെ ഞങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പനെ മോഡൽ ചെയ്തിട്ടിട്ടതാണ് ഫ്രാഞ്ചസ്കോ എന്നാണ്. അപ്പോൾ എല്ലാവരും ഇത്തിരി ഡിഫിക്കൽട്ട് പറഞ്ഞെങ്കിൽ അപ്പോൾ ഒന്ന് ഷോർട്ടേക്ക് ഫ്രാഞ്ചസ്കോ എന്നാക്കിയെന്നുള്ളൂ. പിന്നെ നാലാമത്തെ മോളാണ് അത്. പക്ഷെ ഞങ്ങൾ ആദ്യമേ തന്നെ എന്തായാലും പ്രാർത്ഥിച്ചൊരുങ്ങി വന്ന് നാലാമത്തെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമുക്കൊരു പേര് കണ്ടുവയ്ക്കണം എന്നുള്ളതിൽ അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി കുറേ അന്വേഷിച്ചിട്ടും എഫ് വെച്ചുള്ള ഒരു പേര് കിട്ടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടായി. കാരണം ഫ്രാൻസിസ് ഫൗസ്റ്റീന ഫ്രാഞ്ചസ്കോ എന്ന് വന്നു കഴിഞ്ഞപ്പോൾ അടുത്തൊരു പേര് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ പേരുകൾ എപ്പോഴും വരുന്നത്. അപ്പോൾ അങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് മാലാഖയുടെ എന്നുള്ള ആ മാലാഖയുടെ പേരിനോട് സാമ്യമായ ഫെയ്വേൽ എന്നുള്ളൊരു പേര് ഞങ്ങൾക്ക് കിട്ടിയത്. ബ്രൈറ്റ്നസ് അസിസ്റ്റന്റ് ഓഫ് ഗോഡ് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ജൂയിഷ് നെയിമാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇത് നാലാമത്തെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ ഒരു പേര് എന്നുള്ളത് ഫിക്സ് ചെയ്ത് അങ്ങനെയാണ് ഞങ്ങൾ ഫെയ്വേൽ എന്നുള്ള പേര് കണ്ട് അങ്ങനെ നാലാമത്തെ കുട്ടി. അതുപോലെ തന്നെയാണ് അവളും. കാരണം എന്ത് കാര്യവും ചേട്ടന്മാരോട് വേണ്ട, നമ്മൾക്ക് എന്ത് ആവശ്യമാണെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അപ്പം തന്നെ ഓടിപ്പോയി, ആൾ ഇത്തിരി ഉള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പം പോയി ചെയ്യും. നമ്മൾ ആരോടെങ്കിലും പറഞ്ഞ് എന്നോടാണോ പറഞ്ഞതെന്നും ചോദിച്ചിട്ട് പോയി ചെയ്യണം. അങ്ങനെ ഒരു വളരെയധികം പ്രത്യേകത ഉള്ള ഒരു മോളാണ്.